ഹായ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ പുതുവത്സരത്തിൽ നമ്മുടെ പുതിയ വർഷം 2024 നമ്മുടെ IAS, IPS അതുപോലത്തെ മറ്റുള്ള വലിയ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയുള്ള ഒരു വർഷമാക്കി നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, അതിനുവേണ്ടി നാം എടുക്കേണ്ട തീരുമാനങ്ങൾ, നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇത് പൂർണ്ണമായിട്ടും കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിലേക്ക് കമൻ്റ് ആയിട്ടോ മറ്റുള്ള രൂപത്തിലോ അറിയിച്ച് ഈ തീരുമാനങ്ങൾ ദൃഢനിശ്ചയത്തോടു കൂടി ചെയ്ത് ലക്ഷ്യങ്ങൾ നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ എല്ലാ വർഷവും പല തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് തീരുമാനങ്ങൾ എടുക്കും, ആവേശത്തിലെടുക്കും, 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച, ഒരു മാസം മാക്സിമം ആ തീരുമാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതിരിക്കുകയും പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നോ അതിലും വീക്കാവുകയോ അല്ലെങ്കിൽ അതുപോലെ ആയി മാറുകയോ ചെയ്യുന്ന അവസ്ഥ പല ആളുകളും അനുഭവിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് തീരുമാനങ്ങൾ എടുത്ത് നമ്മളെ തന്നെ ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ഒറ്റ ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റൂല, അല്ലെ? ഒരാൾക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റാത്ത, പരിചയമില്ലാത്തൊരു കാര്യം, ഡ്രൈവിംഗ് അറിയാത്ത ഒരാളാണെങ്കിൽ ഒറ്റയടിക്ക് ഒരു ബസ് എടുത്ത് അയാളെ കയ്യിലേക്ക് ഡ്രൈവ് ചെയ്യാൻ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ ഡ്രൈവിംഗ് മത്സരത്തിന് അയാൾ ഉടനെ പങ്കെടുപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതേ സമയത്ത് അതിന്റെ ഏറ്റവും ചെറിയ വാഹനം മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വാഹനങ്ങൾ പഠിച്ച് മുന്നോട്ട് വന്ന ഒരാൾക്ക് റേസിൽ പങ്കെടുക്കാന്ന് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറണമെന്നില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ജീവിതത്തിലും. നമ്മുടെ ശരീരത്തിന് ഒറ്റയടിക്ക് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മനസ്സിനും ശരീരത്തിനും അത് ഉൾക്കൊള്ളാനോ അത് പ്രാവർത്തികമാക്കാനോ സാധിക്കണമെന്നില്ല. അതുകൊണ്ട് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കേണ്ട, കുറഞ്ഞ തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ പൂർണ്ണമായിട്ടും നടപ്പിൽ വരുത്താവുന്നതാണ്. അത് ഞാൻ ആദ്യമായിട്ട് ജസ്റ്റ് ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് നിങ്ങളോട് പറയാണെന്ന് മാത്രം. അപ്പൊ നമുക്ക് സിവിൽ സർവീസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഈ വർഷം തിരഞ്ഞെടുക്കേണ്ട, ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഏത് വർഷത്തിൽ എനിക്ക് സിവിൽ സർവീസ് നേടണം എന്നാണ് എൻ്റെ ലക്ഷ്യം എന്നത് വ്യക്തമായിട്ട് നിർണ്ണയിക്കാം. അപ്പൊ 2024 എഴുതാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ, 25-ലാണെങ്കിൽ അങ്ങനെ, 26, 27, 28 ഇപ്പൊ നിങ്ങൾ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു, എത്ര വയസ്സായതിനനുസരിച്ച് തീരുമാനങ്ങൾ അത് മാറാം. ഒന്നാമതായിട്ട് ലക്ഷ്യം, ഏത് സമയത്ത് നമ്മുടെ ലക്ഷ്യം നമ്മൾ പൂർത്തീകരിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് തീരുമാനിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, അതിനു വേണ്ടി എത്ര വർഷങ്ങളുണ്ട്. ഒരു 5 വർഷമാണെങ്കിൽ, അല്ലെങ്കിൽ 3 വർഷമാണെങ്കിൽ, 2 വർഷമാണെങ്കിൽ, അല്ലെങ്കിൽ 3 വർഷമാണെങ്കിൽ ഈ 3 വർഷത്തെ വ്യത്യസ്ത ഘട്ടങ്ങളാക്കി നമ്മൾ ഡിവൈഡ് ചെയ്യാം. 3 ഫേസസ് ആക്കി, 3 ഓരോരോ വർഷങ്ങളാക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓരോ വർഷങ്ങളാക്കി മാറ്റുന്നത് ഈ ഓരോ വർഷങ്ങൾ കൊണ്ട് ഞാൻ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത്. ബിസിനസ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, എത്ര സമയം നമ്മളെ മുന്നിലുണ്ടോ നമ്മുടെ ലക്ഷ്യം നേടാൻ വേണ്ടി, അതിനെ ആ ഒരു സമയത്തെ വ്യക്തമായ രീതിയിൽ ഒരു സ്ട്രാറ്റജിയും പ്ലാനിങ്ങും നമ്മൾ എന്ത് ചെയ്യാം, തയ്യാറാക്കാനുള്ളതാണ്. വ്യക്തമായ, ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു ആർ പ്ലാനിങ് ടു ഫെയിൽ എന്നുള്ളതാണ് വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞത്. അപ്പൊ നമുക്ക് വ്യക്തമായ ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ള ഒരിക്കലും സാധ്യമാവണമെന്നില്ല, അല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് വ്യക്തമായ ഒരു പ്ലാനിങ്, 6 മാസമാണ് അല്ലെങ്കിൽ ഈ ഒരു വർഷം അടുത്ത 2025 ഞാനൊരു IAS ഓഫീസർ ആയിരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതുവരെയുള്ള ഈ 1.5 വർഷം ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്യും? അതിനോട് ഒരുപാട് പ്ലാനിങ് കാര്യങ്ങൾ മുമ്പ് അറിയിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും നിങ്ങൾക്ക് എടുത്തു നോക്കാം, ഒരു പ്ലാനിങ് തയ്യാറാക്കാന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, പ്ലാനിങ് തയ്യാറാക്കി കഴിഞ്ഞു എത്ര ഡ്യൂറേഷൻ ഉണ്ട്, ഒരു വർഷം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പഠിക്കണോ അല്ലെങ്കിൽ സെൽഫായിട്ട് പഠിക്കുന്നതായിരിക്കും നന്നായിരിക്കുക എന്നുള്ളത് നിങ്ങളെ കുറിച്ചൊരു പഠനം നടത്തുക. ഇപ്പൊ ചില ആളുകൾക്കൊക്കെ സെൽഫായിട്ട് പഠിച്ചതിന് അവർക്ക് നേടാൻ പറ്റും. ഓക്കെ, കാരണം അത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കാൻ കഴിയുന്നവരായിരിക്കും. അത്ര ആളുകൾക്ക് സെൽഫായിട്ട് മതി, പ്രശ്നങ്ങളില്ല. അതേ സമയത്ത് ഓൾറെഡി ഞാൻ സ്വയം മടിയാണെന്നുള്ള ചിന്ത ഉള്ള ആളുകളുണ്ടാവും, അല്ലെ? കുറച്ച് പഠിക്കാൻ എനിക്ക് മടുപ്പ് വരും, ഒരാള് ഒരു സപ്പോർട്ട് കേൾക്കുന്ന ഒരു പുഷ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ഞാൻ പൊതുവെ പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾ ഒന്നെങ്കിൽ ഒരു കോച്ചിങ്ങിന്റെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു മെന്ററിങ്ങിന്റെ സഹായത്തോടു കൂടിയൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അത് എവിടെ പഠിക്കണം, ഓൺലൈനായിട്ട് പഠിക്കണോ, ഓഫ്ലൈനായിട്ട് പഠിക്കണോ, തിരുവനന്തപുരത്ത് പഠിക്കണോ, ഡൽഹിയിൽ പോയിട്ട് പഠിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സാഹചര്യവുമായിട്ട് ഒത്തിണക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല തീരുമാനങ്ങൾ എടുക്കുക, പഠനം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് ചിലപ്പോൾ തീരുമാനം എടുക്കാൻ ചിലപ്പോൾ 1-2 ആഴ്ച ചിലപ്പോൾ സമയം എടുത്തെന്ന് വരാം. ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കോഴ്സ് ഓൾറെഡി ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പൊ അത് അതിൻ്റെ ഉള്ളിലായിട്ട് തീരുമാനം എടുത്ത് അതിനുവേണ്ടി നടപടി ആരംഭിക്കുക. പിന്നെ ശക്തമായിട്ട് നമ്മുടെ ആ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. അതിന്റെ മുന്നോടി എന്നുള്ള രീതിയിൽ നാളെ മുതൽ തന്നെ നിങ്ങൾ ചെയ്തു തുടങ്ങേണ്ട കാര്യം, സിവിൽ സർവീസ് ആഗ്രഹിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റേത് ലക്ഷ്യമാണോ
അതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നാളെ മുതൽ തന്നെ ചെയ്തു തുടങ്ങാം. അത് മറ്റന്നാളത്തേക്ക് മാറ്റി വെക്കരുത്. ഓക്കെ, ഒരൊറ്റ ദിവസം അങ്ങോട്ട് മാറ്റി 1-ാം തീയതി മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അറ്റ്ലീസ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ സിവിൽ സർവീസ് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നാളെ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 1-ാം തീയതി മുതൽ ഇനി ഞാൻ ന്യൂസ് പേപ്പർ റീഡിംഗ് വായിക്കാത്തൊരു ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ള തീരുമാനം സിവിൽ സർവീസിന് വേണ്ടി എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ NCERT വായിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി സബ്ജക്ട് കാര്യങ്ങൾ സിലബസ് അറിയുന്ന ആളാണെങ്കിൽ സബ്ജക്റ്റുകൾ വായിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ നാളെ മുതൽ ആൻസർ റൈറ്റിംഗ് തുടങ്ങാം. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യമോ 2 കാര്യമോ സിവിൽ സർവീസിന് വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത് ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എല്ലാം കൂടി നാളത്തെ സ്റ്റാർട്ട് കഴിഞ്ഞാൽ നാളെ മറ്റന്നാളത്തോടെ ഉണ്ടാവുള്ളൂ, ആരംഭിക്കാത്തോടെ അവസാനിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതിന് ഏറ്റവും നല്ലത് 1-2 കാര്യം നാളെ മുതൽ ആരംഭിക്കുക. അത് സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോവുക. ഒരു വലിയ പ്രോഗ്രസ് ഓരോ ദിവസം കൊണ്ട് ഉണ്ടാവുമെങ്കിൽ കൂടി 1% നിങ്ങൾക്ക് ഒരു ദിവസം മാറ്റം വരുത്തിയാൽ സാധിച്ചാൽ തന്നെ ഏകദേശം ഒരു വർഷത്തിനുള്ളിലായിട്ട് 37%-ലധികം ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം നാളെ മുതൽ തന്നെ ഒരൊറ്റ കാര്യം സ്റ്റാർട്ട് ചെയ്യാം സിവിൽ സർവീസിന് വേണ്ടി. അതോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയുള്ള ചില കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പഠനത്തെ ബാധിക്കുന്നുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് നാളെ മുതൽ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നേരം വൈകി എഴുന്നേൽക്കുന്നതാവും, അതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ജീവിത വിജയത്തിന് തടസ്സമായി നിൽക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ മടിയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയാ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനുള്ള താല്പര്യമില്ലായ്മയാവാം. അങ്ങനെ ഏത് കാര്യമാവാം. ഭക്ഷണത്തോടുള്ള കൂടുതൽ താല്പര്യമാവാം, ചിലപ്പോൾ കളിയോടുള്ള കൂടുതൽ താല്പര്യമാവാം, സിനിമയോടുള്ള കൂടുതൽ താല്പര്യമാവാം, ചിലപ്പോൾ നമ്മൾ സമയം വെറുതെ പായാക്കി കളയുന്നതുകൊണ്ടാവും. ഏത് കാര്യം ഉണ്ടാവും, ഒരുപാട് നമ്മളെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എല്ലാം കൂടി ഒറ്റയടിക്ക് നന്നാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, ഒറ്റയടിക്ക് നമ്മൾ ചൂരൽ വളക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടി പോലെ പട്ടി. സാവധാനമാണ് നമ്മളെ തന്നെ മാറ്റേണ്ടത്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു കാര്യം 2 കാര്യം എന്നെ ഏറ്റവും മോശമായിട്ട് ബാധിക്കുന്ന, എന്നെ എൻ്റെ എല്ലാ കഴിവുകളിൽ നിന്നും, എൻ്റെ എല്ലാ ഉയർച്ചയിൽ നിന്നും, എൻ്റെ എല്ലാ വിജയത്തിൽ നിന്നും എന്നെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമോ 2 കാര്യമോ, എല്ലാ കാര്യങ്ങളും ഏതാണ് കണ്ടെത്തുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഫസ്റ്റ് തോന്നുന്ന 1-2 കാര്യങ്ങൾ നാളെ മുതൽ മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കുക. നേരം വൈകി നിൽക്കുന്ന ഒരാളാണെങ്കിൽ അത് ഒന്ന് മാറ്റം തുടങ്ങാം. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ മാറ്റണം, സമയം എടുത്താലും കേട്ടോ. അപ്പൊ ആ ഒരു മാറ്റവും പ്ലസ് അതിന്റെ കൂടെ സിവിൽ സർവീസിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പും, അതിന്റെ കൂടെ വലിയ ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ള വ്യക്തമായ ഒരു തീരുമാനം എടുത്ത് നിങ്ങൾ ഈ വർഷം വരവേറ്റ് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കും. അത്തരത്തിൽ ലക്ഷ്യത്തിൽ എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുതുവത്സരത്തിൽ നിങ്ങൾക്ക് MP ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് IAS ഒരു സ്പെഷ്യൽ ഓഫർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു പുതുവത്സര സമ്മാനം തരുന്നുണ്ട്. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കാണുക. ആ ഒരു സമ്മാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ കാണാം. അതുവരേക്കും ബൈ.